ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഒരു പുതിയ സ്ഥലത്തേക്കാണ്. മെൽബണിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയുള്ള വൽഹല്ല എന്ന് പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയിൽ എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നെജിൻ ഭായി ഉണ്ട്. നെജിൻ ഭായി, ഹലോ എവ്രിവൺ. അതുപോലെ നെജിൻ ഭായിയുടെ വൈഫ് ജെസ്സി ഉണ്ട്, റിയ, പിന്നെ നമ്മുടെ ഫിയോണ ആൻഡ് ടോഫു, പിന്നെ നെജിൻ്റെയും ജെസ്സിയുടെയും അരുമ സന്താനം പ്രിയങ്കരനായ ആരാണ്? റയാൻ. ഹായ്, റയാൻ അങ്ങ് ബൈക്കിലാണ് ഇരിക്കുന്നത് അല്ലേ റയാനെ? അവിടെ എങ്ങനെയുണ്ട്? അവിടെ ഇരുന്നിട്ട് സുഖമാണോ? യു ഹാപ്പി? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വൽഹല്ലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു മൈനിങ്ങിൻ്റെ ഒരു മെയിൻ സെൻ്റർ ആയിരുന്നു ഈ വൽഹല്ല. അവിടെ വലിയൊരു ഗോൾഡ് മൈനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള അത് നമ്മുടെ മൗണ്ട് ബോബോയുടെ മടിത്തട്ടിൽ ഉള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് വൽഹല്ല. പിന്നെ അവിടെ ഒരു റെയിൽവേ ഉണ്ട്. പക്ഷെ അത് ഇന്ന് ഞങ്ങളത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ ലോക്കോമോട്ടീവ് എന്തോ മെക്കാനിക്കൽ ട്രബിൾ ആയതുകൊണ്ട് ഇന്ന് അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾക്ക് അത് ഇന്ന് മിസ്സാവും. ബട്ട് ബാക്കിയുള്ള വളരെയധികം കാഴ്ചകളുണ്ട്. പിന്നെ അവിടെ ഒരു തോംസൺ ഡാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആണ്. വാച്ച് ആൻഡ് എൻജോയ്. നെജിന് നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ? അല്ലേ? 17.5 ഡിഗ്രീസ്. വാവ്, ബ്യൂട്ടിഫുൾ. ലാൻഡ്സ്കേപ്പ് ഒക്കെ കണ്ടോ? നമ്മുടെ ഈ ഒരു യൂറോപ്യൻ കൺട്രി കൂടെ പോകുന്ന പോലെ അല്ലേ? കംപ്ലീറ്റ് പച്ചപ്പ്. റോഡാണ്. ആണോ? അതായത് വാറക്കൽ കഴിഞ്ഞ എക്സിറ്റ് കഴിയണവരെ ശരിക്കും നമ്മൾ വെയിൽസിലൊക്കെ പോകുന്ന പോലെ വണ്ടി ഓടിക്കണ പോലെ. അതെ 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 അതെ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് എനിക്ക് തോന്നുന്നത് ഒരു ഹൈവേയുടെ രണ്ട് സൈഡിലും. അതെ, എന്ത് രസം. പിന്നെ ഇത് കഴിയുമ്പോൾ മുഴുവൻ പച്ചപ്പ്. ഇത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുന്നത് ഇത് മുഴുവൻ ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ വിക്ടോറിയ മുഴുവൻ നല്ല അടിപൊളി ഒരു നല്ല ലാൻഡ്സ്കേപ്പുകളും ഇതുപോലെ പച്ചപ്പൊക്കെയാണ്. അവിടെ ഫാം ഹൗസുകള്, നല്ല പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന പുൽമേടുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് എന്ത് രസമാണ്. അങ്ങനെ നമ്മളിത് വൽഹല്ലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കി, ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. തിക്ക് ഫോറസ്റ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ, ചെറിയൊരു മഴയും ഒരു ഡ്രിസിലും ഒക്കെ ആയിട്ട് നോക്കി. നമ്മുടെ മെൽബണിലെ സിറ്റി ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അന്തരീക്ഷം. കാടിന്റെ നടുക്ക് ഒരു ഭയങ്കര ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ്, കാടിന്റെ നടുക്ക് ഒരു ഫോറസ്റ്റ്. എന്താ ശരിക്കും നമ്മുടെ മൂന്നാറൊക്കെ പോകുന്ന പോലെ അല്ലേ? അടിമാലിയിൽ നിന്ന് മൂന്നാറിന് പോകുന്ന വഴിക്കുള്ള കയറ്റം പോലെയുണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെ കൊക്കയും മറ്റേ സൈഡിലത് നല്ല ശരിക്കും മൂന്നാർ പോലെ അല്ലാണ്? മൂന്നാറൊക്കെ പോകുന്ന പോലെ ഇത് കണ്ടോ, മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. രണ്ട് സൈഡും
ഗൈസ് അങ്ങനെ നമ്മളിത് വൽഹല്ലയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരല്പം മഴയുള്ള ഒരു ദിവസമാണ്. പക്ഷെ മഴയെ നമുക്ക് എൻജോയ് ചെയ്യണ്ടേ, അല്ലാതെ വെയിൽ മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ. അതെ, അപ്പോൾ ഇതാണ് വൽഹല്ല എന്ന് പറഞ്ഞ സ്ഥലം. ചെറിയൊരു മലയിടുക്കിൻ്റെ ഇടയ്ക്കുള്ള ഒരു കുഞ്ഞ് ഗ്രാമം. നല്ല ഭംഗിയുണ്ട്, നല്ല കൂൾ ക്ലൈമറ്റ്. ഒരു ഊട്ടിയിലൊക്കെ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. അടിപൊളി. ഇതാണ് ഇവിടുത്തെ മെയിൻ ജംഗ്ഷൻ. ഇതേ ഇങ്ങനെ ഒരു കാർ പാർക്കുണ്ട്. നല്ല പൂക്കളുള്ള സമയമല്ലേ. സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പൂക്കളാണ്. ആ കാണുന്നത് ഒരു ഹിസ്റ്റോറിക് സംഭവമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു പഴയ ബിൽഡിങ്ങാണ് അത്. ഇത് ആക്ച്വലി ഒരു ഫയർ സ്റ്റേഷനായിരുന്നു. ഇത് ഫയർ എഞ്ചിനൊക്കെ കിടക്കുന്ന ഒരു സ്റ്റേഷനായിരുന്നത്. അതിപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു മ്യൂസിയമാണ് ഇപ്പം. ഒരു തോടിൻ്റെ കുറുകെ പണിതേക്കുന്ന ഒരു ഫയർ സ്റ്റേഷൻ പഴയ കാലത്ത്. ഇതാണ് ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ്റെ ആകും. പഴയ കാലത്ത് കുറേ കാർട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? അതുപോലെ തന്നെ പഴയ കാലത്ത് ഖനികളിലൊക്കെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള ഹോസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എനിക്ക് അതൊക്കെ ഈ കുതിരവണ്ടി വലിച്ചുകൊണ്ട് വന്ന് കുതിരയെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പുള്ള അല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ അത്. അതുപോലെ തന്നെ അത് ഇത് ഇതൊക്കെയായിരുന്നു പഴയ കാലത്ത് 1903. ദ കാർട്ട് വാസ് പുൾഡ് ടു ദ സീൻ ഓഫ് ദ ഫയർ ബൈ ഹോഴ്സ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ദ യൂണിറ്റ് പമ്പ്ഡ് വാട്ടർ അറ്റ് ദ സീൻ ഓഫ് ദ ഫയർ by manpower with a group of firemen operating the handles on each side of the cart. അത് ശരി. അപ്പോൾ അതാണ് സംഭവം. ഇതാണ് വൽഹല്ല ഫയർ സ്റ്റേഷൻ, പഴയ ഫയർ സ്റ്റേഷൻ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതുണ്ട്, ഈ ഫോട്ടോ ഒക്കെ നോക്കി ഇത്രേ ഉള്ളു സംഭവം. ഇതാണ് ഒരു ചെറിയൊരു ടൗൺഷിപ്പ്. പക്ഷേ ഇത് ഓട്ടം സീസണിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും. ഗൈസ്, ഇവിടെയുള്ള ഒരേ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നത് ഇത് കേട്ടോ, വൽഹല്ല ലോഡ്ജ്. കാരണം ഞങ്ങൾ അങ്ങ് സിറ്റി പോയി കഴിഞ്ഞിട്ട് എടാ അവിടെ ഫുഡൊക്കെ ഉണ്ടോ? ആണോ? തീരാറായി. ഇപ്പൊ സമയം എത്രയായി? 1 മണിയോ? 1:30. 1:30 ആകുമ്പോഴത്തേക്കും ലഞ്ച് ടൈം ക്ലോസ് ആവും.
ജെസി എങ്ങനെയുണ്ട് ഈ വൽഹല്ല? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സ്ഥലം അല്ലേ? ഒന്നുകൂടി വന്നുണ്ട്. ഇനി വെയിലൊക്കെ ഉള്ള സമയത്ത് അങ്ങോട്ട് എൻജോയ് ചെയ്യാം. അപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തോ? ആ, എന്നാ ഓർഡർ ചെയ്തേക്കുന്നത്? ചിക്കൻ ഭാമ. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാ അല്ലേ? ചിക്കൻ ഭാമ. വലിയ പൈസയില്ല, $25 അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. അത് ഇവിടുത്തെ ലോക്കലാന്ന് തോന്നുന്നു, ചിക്കൻ വൽഹല. ഞാൻ റിയാഡ് ചോദിച്ചപ്പോഴത്തേക്ക് അവളും പറഞ്ഞു ഞാൻ വൽഹല്ലയാണ്, അതിന് $30. ചിക്കൻ ഭാമ എന്ന് പറയുമ്പോഴത്തേക്ക് $28, $2 വ്യത്യാസമുള്ളൂ. സ്പെഷ്യലാന്ന് തോന്നുന്നു. നമ്മളൊരു ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുവ് നമ്മൾ തിന്നണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വൽഹല്ല വന്നപ്പോഴത്തേക്ക് ഇനി വൽഹല്ല ചിക്കൻ തന്നെ അങ്ങോട്ട് കഴിച്ചോളൂ. ഞങ്ങളൊക്കെ 2 ബിയർ അടിക്കുക, തിരിച്ചു പോകുമ്പോഴത്തേക്ക് വണ്ടി ഓടിച്ചോണം കേട്ടോ. ഞാൻ വണ്ടി ഓടിച്ചങ്ങ് എത്തുന്നു വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറയരുത്. എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് വണ്ടി ഓടിച്ചല്ലേ പോകുന്നത്, അതുപോലെ ഒരു സൈഡ് ചേർത്തങ്ങ് പോയാൽ മതി. ലൈൻ മാറണ്ട. നമുക്ക് താർത്തകം ഏതെങ്കിലും വരട്ടെ. ഇതൊരു ചെറിയ ഹോട്ടലാണ്, നല്ല അല്ലേ? മാൻ്റെ ഒരു തലമാണ് വെട്ടി വെച്ചേക്കുന്നത്, സ്റ്റഫ് ചെയ്ത്. ചെറുത് ഒരു 10-20 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു ഹോട്ടൽ. ഇതാണ് ഇതതിൻ്റെ ചെറിയൊരു ബാറ് സെറ്റപ്പ്. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ 1:30-2 മണിയാകുമ്പോഴത്തേക്കും കിച്ചൺ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് വന്ന് നമ്മൾ ഓർഡർ ചെയ്യും. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഒരു റെസ്റ്റോറൻറ്റ്, അതാണ്. ജെസി ഇത് കണ്ടോ? ജെസി ഇത് ഇവിടുത്തെ ഈ പബ്ബുകളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇവരിങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. ഇതിന് നോട്ടുകളല്ലേ? പല രാജ്യത്തെ നോട്ടുകളാണ് തോന്നുന്നു. നമ്മുടെ നോട്ടുണ്ടോ? എവിടെ? അതെ, ഒരു 1000 രൂപ. അതെ, ഗാന്ധിജിയുടെ. ഓക്കെ. കേട്ടോ, ഒരു സന്തോഷം. അതെ, നമ്മുടെ ഗാന്ധിയെ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം. സെൻട്രിൽ തന്നെ, അത് തന്നെ, അതാണ്. ഇതാണ് കംപ്ലീറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ നോട്ടാണ്. ഇവിടുത്തെ ഈ കൺട്രി പബ്ബിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നല്ലേ? നല്ല ഭംഗി. ഇനി അത് കഴിച്ചാൽ മതി എൻ്റെ അമ്മ. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം വേറെ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. അതെ, ചിക്കൻ ഭാമ കേട്ടോ. ചിക്കൻ്റെ ഒരു പീസ്, അതിൽ ചീസൊക്കെ ഇട്ടിട്ട് അവനെ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുന്നതാണ് അതുകൊണ്ട് ഈ ചിക്കൻ്റെ ഇത്. അതുപോലെ തന്നെ ഇത്രയും വെജിറ്റബിൾ ഉണ്ട്, ചിപ്സ് ഉണ്ട്, അടിപൊളി. ഇതിനെന്താണ് ഇതിന് ഓർഡർ ചെയ്ത്? ഫിഷ്. അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചിക്കൻ നഗറ്റ്സ് അല്ലേ? ചിക്കൻ നഗറ്റ്സ്. പെമ്പിള്ളേർ 2 പേരും പുറത്തിരുന്ന് കേട്ടോ, അവർ 2 പേരും അവിടെയാണ്. ചിക്കൻ വൽഹല്ലയും അതുപോലെ തന്നെ ചിക്കൻ നഗറ്റ്സ് അഴിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം അല്ലേ? ഗൈസ് നോക്കൂ, ഇതാണ് വൽഹല്ല റെയിൽവേ സ്റ്റേഷൻ. ഇതുണ്ടോ, നല്ല അടിപൊളി ഒരു റെയിൽവേയുടെ ഒരു സംഭവമാണ് ഇത്. ഇതുണ്ട്, ഇത് അത് തോംസൺ എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. 11 മണിക്ക്, 1 മണിക്ക്, 3 മണിക്ക്, അങ്ങനെ 3 സമയത്താണ് ഈ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ. അതൊരു നല്ലൊരു അനുഭവമായിരിക്കും. പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. ആണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാരോ ഗേജാണ്, നാരോ ഗേജ്. ഇതുണ്ട്, നല്ല അടിപൊളി പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ഊട്ടി പോകുന്ന ഒരു പ്രതീതിയാണ്.
സൂപ്പർ. നെജിനെ നല്ല രസമുണ്ടല്ലോടാ. ഒരു മൂന്നാറിൽ പോകുന്ന പോലെ അല്ലേ, യൂറോപ്പിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന പോലെ ഒരു യൂറോപ്യൻ ഒരു ഫീലുണ്ട്. അമ്മയും മകളും കൂടെ ഫോട്ടോ എടുക്കുമായിരിക്കും അല്ലേ? റിയ ചിരിക്കടി. ഒരു പ്രത്യേക മൂടാ. ശരിയാ. ഇവിടെ അതെ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, വലിയൊരു ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത്. ആ മരം നിറച്ച് പൂക്കൾ കണ്ടോ, കേട്ടോ. ഇത് രസം നോക്കി, അടിപൊളി. ഇത് സംഭവം ഇത്ര ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ അപ്പം സംഭവം ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഒരു പ്രത്യേക ഒരു മൂടാണ്. നല്ല രസം. ഇത് നോക്കി, ആ മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതുണ്ടോ. അതുപോലെ തന്നെ ആ ചെടികളുടെയൊക്കെ കളറ് നോക്കി. ഒരു 1 ഡേക്ക് ഡ്രൈവിന് പറ്റിയ ഒരു സ്ഥലമാണ് വൽഹല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാൻ പറഞ്ഞ പോലെ ആ റെയിൽവേയും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ട്രെയിനിൽ കയറി പോകാനും തോംസൺ ഡാമിൻ്റെ അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് അടിപൊളി ഒരു സെറ്റപ്പ് ഇതായിരുന്നു. പക്ഷെ ജെസ്സി എങ്ങനെ ഉണ്ടായിരുന്നു? ജെസ്സി നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ടോ അല്ലേ? നെജിന് ഇഷ്ടപ്പെട്ടോടാ? അടിപൊളി ഫുഡ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്കിന്ന് പറ്റിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെയിൽവേ അതിന്ന് ക്ലോസ്ഡ് ആയിരുന്നു. അത് കാരണം നമുക്ക് തോംസൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ സാരമില്ല, നമുക്ക് ഇവിടെ അടുത്തല്ല, നമുക്ക് ഇനിയും വരാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ഒരു ഗോൾഡ് മൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി ഗോൾഡ് മൈനിൽ എന്തൊക്കെയാണെന്നുള്ള സംഭവങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. അതെ, ഇതാണ് നമ്മുടെ ആ ഗോൾഡ് മൈനിലേക്കുള്ള ആ ടണലാണ് അതെ ആ കാണുന്നത്. അപ്പോൾ നമ്മളിതേ ഇവിടെ വന്ന് 2 ടിക്കറ്റ് എടുത്തു. അതായത് ഫാമിലി പാസിന് $65. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കണ്ടോ, ബ്ലാക്ക് സ്മിത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷെഡുണ്ട്. നമ്മുടെ ജെസ്സി ഇറങ്ങി വരുന്നുണ്ട്. ജെസ്സി റെഡിയാണോ? എപ്പോഴേ റെഡി അല്ലേ? ഇനി അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഗോൾഡ് ഇങ്ങ് വാരിക്കൊണ്ട് വരാം. റിസൈൻ ചെയ്യാം. സെറ്റപ്പാണ്. ആണല്ലേ? അന്നേരം നാട്ടിൽ പോവായിരിക്കും. കരിമണ്ണൂർക്ക്. ജെസ്സിയുടെ വീട് കരിമണ്ണൂരല്ലേ? തൊടുപുഴ കരിമണ്ണൂര് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പോവാണ്. തകർത്ത്. നെജിൻ റെഡി അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മള് ടോഫിനെ കൊണ്ടുപോകും അകത്തല്ലേ? നമുക്ക് ഡോഗും അലൗഡ് ആണ് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇവരുടെ ഓഫീസ്. ഈ കാണുന്നതാണ് ഇവരുടെ ഓഫീസ് സംഭവങ്ങളെല്ലാം. അപ്പോൾ അവിടുന്ന് നമുക്കൊരു ഗൈഡുണ്ട്, പുള്ളിക്കാരൻ വരും. ഇതേട്ടോ, ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പം ഇവർ 2 പേര് അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം പാർക്കിംഗ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണോ, ഇതെല്ലാം പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ കുറേ പാർക്കിംഗ് ചെയ്യാം. പിന്നെ താഴെ നമുക്ക് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ വണ്ടി ആ സൈഡിലായിട്ടേക്കുന്നത്. അപ്പോൾ അവിടെയും പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടാണ് നമ്മളിത് നമ്മുടെ ഹാറ്റൊക്കെ ഇടുന്നത്. ഇതുണ്ടോ, അതിൻ്റെ ഹെൽമെറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തുണ്ടായിരുന്ന ഓരോ അവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വർക്ക്ഷോപ്പായിരുന്നു. പഴയ കാലത്തെ പുള്ളികളും കപ്പികളും അതുപോലെ തന്നെ കുതിരയുടെ ലാടം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതാണ്. ഇതത് കഴിഞ്ഞിട്ട് ഈ പാറ തുരക്കുന്ന അതിൻ്റെ മെഷീനറീസൊക്കെയാണിത്. ഇതാണ് ഇവിടെ. ഇപ്പം ആൾക്കാർ വന്ന് നമുക്ക് അതുപോലെ തന്നെ പഴയ കാലത്തെ പിക്കാസ് അങ്ങനത്തെ അതിൻ്റെ മോഡൽസ് എല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സംഭവം. ഇനിയിപ്പം ഇവിടെ ഒരു സൈറൺ അടിക്കും. ആ സൈറൺ അടിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും റെഡിയായി നിൽക്കേണ്ടത് അകത്തേക്ക് പോകാനായിട്ട്. അതായത് പഴയ കാലത്ത് എങ്ങനെയായിരുന്നോ ഇവരകത്തേക്ക് പോയത് അതേപോലത്തെ ഒരു സെറ്റപ്പിലാണ്. ഇതൊരു നല്ലൊരു പ്ലേസാണ് കേട്ടോ. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. ചെറിയൊരു തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നത്തെ വെതർ. അപ്പോൾ വിക്ടോറിയയുടെ ഒരു വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും കാറ്റും തണുപ്പും ഒക്കെയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ വിസിൽ ഇപ്പോൾ തന്നെ അടിക്കാൻ പോവുകയാണ്.
ഭയങ്കര എന്തൊരു സൗണ്ടായിരുന്നു അല്ലേ? ഓ മൈ ഗുഡ്നസ്, ഒട്ടുക്കത്തെ സൗണ്ടായിരുന്നു. ഞെട്ടിപ്പോയി. ആൾക്കാർ അന്നത്തെ കാലത്ത് മൈൻഡിലേക്ക് വരാനായിട്ട് എംപ്ലോയീസിനൊക്കെയുള്ള വാർണിംഗ് കൊടുക്കുന്നതാണ് ഞങ്ങൾ അകത്തേക്ക് പോകാനുള്ള. സ്കേർഡ് ജസ്റ്റ് ഇതുകൊണ്ടൊന്നും നമ്മൾ തളരരുത്, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അതാണ് പറയുന്നത്. ടോഫ് മേടിച്ച് കാണും. ടോഫ് പാപ്പാടെ വരണ്ടു പോയി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് 923 മീറ്റർ അടിയിലേക്കുണ്ട്. 8.5 കിലോമീറ്റർ ഓഫ് അണ്ടർഗ്രൗണ്ട് വർക്കിംഗ്. അതാണ് ഈ മൈന്. യെസ്. All right, hello everyone. Welcome to the Long Tunnel Extended Gold Mine Tour. My name's Clayton. I'm going to be your tour guide today. We're going to be going 300 metres into the mountain. It's all on a flat level surface. We don't go up any levels or down any levels. There's a couple of areas in there that'll drip water on you. It can also be a bit muddy and sticky on the ground. There's also areas in there that are a bit low. We'll have to duck down in, all the tall people. When we go in too, I just ask that you don't touch the walls or the roof when we're in there, and that you don't wander off on me, that we all stay together as well. നമ്മൾ ഏകദേശം 300 മീറ്ററാണ് അകത്തേക്ക് നമ്മൾ പോകുന്നത്. ഇതുണ്ട്, നല്ല തണുപ്പാണ് ഇതിനകത്തെ. അല്ല, നല്ല തണുപ്പല്ലേ? ഇവിടെ 2 ടണലായിട്ട് തിരിയാണ്. അങ്ങോട്ട് വരണം. What is this pipe for? We have a dam in the mine. It collects a lot right. of water. It all gets fed into one area. When that dam fills up, it all just gets brought out the here. water. As we go in, you'll notice it just gets wetter and wetter as we come in. Yeah. Just want to sort of stand around this little bit so you can all see here. Yeah. I've got many, so it's pretty easy. Okay. All right. Well, we're now 111 metres into the mine. Now, it's only taken us about 2 minutes to walk down to here, and it's taken the Hercules United Gold Mining Company 2 years to dig to this point. You can still see the gate down there. We haven't come in very far at all. Yeah. And they've dug it all by hand, and they're using the hammer and tap method. So this is our hammer and our tap. Now, it's a 2-man job. Yeah. Now, the tap was just a piece of steel too, had a hardened end and 4 points on it. Yeah. Now, the first miner, he would have been holding that up against the rock face. The other miner would be coming in with that sledgehammer and he'd be hitting that as hard as he can. Now, every time he hits the tap, the man holding it would have to turn it 1/4 of a turn. It'd be whacked again and he'd turn it 1/4 of a turn. So every time he turns at those 4 points, just taking a bit more stone out, going a bit further into the rock. All right. Now to ജെസ്സി എങ്ങനെയുണ്ട്? ആ, സ്വർണ്ണം വല്ലതും കണ്ടോ? കണ്ടില്ല അല്ലേ? സ്വർണം വാരിക്കൊണ്ടാന്ന് ഓർത്താല്ലേ? രക്ഷയില്ല. 300 മീറ്റർ അകത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. ഒരു റെയിൽവേ ലൈൻ പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിനകത്തോടെ ആയിരിക്കും ഇത് അവിടുന്ന് അതിൻ്റെ മണ്ണും ചെളിയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അവിടെ ഇതിനകത്തൊരു മുറി, റൂം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടായിരുന്നു. All right, we're now about 250 metres into the mine. Now, from that intersection we were just at, and to get down to this point, it's taken them still another 4 years of digging. Now, most of that's still being done by hand using the hammer and tap method until 1875 when that gets invented. And that's the pneumatic rock drill. That makes their life a lot easier. They can get through this mine in double time when they're using. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പോർഷനിൽ കൂടിയാണ്. ഇതുണ്ട്, ഇതുണ്ട്.
Well, coming through that part of the mine, you can see how hard it would be using the hammer and tap method in there, because you're trying to swing that sledgehammer and they don't have much room to do it in. But when they do get to this part of the mine, they are pretty happy with themselves because they've found what they're looking for. If you look up on the roof there, you can see our quartz reef. That's Cohen's reef. That pops out at the very top of the mountain, comes through on a 70-degree angle, and it goes under our feet over a kilometre. Now, the one thing that wasn't very nice about their crib room, though, was the bucket they kept in the corner. You can imagine what the old bucket was? Yeah, the old poo bucket. Because originally in the mine, there was no toilets and there was no bucket at all. But if you needed to go to the toilet, you'd have to have your own little bucket with you, and you'd carry that around. You'd go disappear down to a dark part of the mine, you'd do your business. And of course, they don't want you leaving that in the mine. You'd have to take that with you at the end of the day. And another problem there is we work in a gold mine. Now, you could have been working in an area where they've just found some really nice gold. Now, you're going to be searched when you leave the mine, but no one wants to look through your little poo bucket that you're carrying. Guys, മൈനകത്ത് ഇത്രയും വലിയൊരു സെറ്റപ്പ്. It's not going to do that. Missionary chamber. The tank engine face on him. Now that boiler originally sat there on those brick foundations that we've got our wooden set sitting on now. Now it was about 2 metres wide by about 6 metres long, that boiler, and it used about 5 tonne of wood per day. Now eventually down here in this part of the mine we get 5 boilers down here, so we're using up to 25-30 tonne of wood per day in this part of the mine. നമുക്ക് ഇത് നമ്മളിപ്പോൾ കണ്ട ആ ചേംബറിൽ നിന്ന് അങ്ങ് ദൂരെ ഒരു വെട്ടം കാണാമല്ലോ, അങ്ങ് ദൂരെ കാണാമെന്ന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 136 മീറ്റർ പൊക്കത്തിലുള്ള ഒരു വിൻഡോ ആണ് അത്. ഇവിടെ ഈ ഗ്യാസ് ചേംബറിനകത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെളിയാണ്. അത് കഴിഞ്ഞെന്നാൽ അപ്പുറത്തേക്ക് വെളിയിലേക്ക് പോകാം. അപ്പം അതാണിത്. അത് ഈ ഗ്യാസ് ഇവിടുത്തെ ഈ ചേംബറിനകത്ത് ചൂട് കൂടി കഴിയുമ്പോഴത്തേക്കും എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു സംഭവമാണ്. ഒരു വിൻഡോ ആയിട്ട് അവർ ചെയ്തതാണ്. താങ്ക് യു. ഇത്രയും വലിയൊരു ബോയിലറായിരുന്നു ഇതിനകത്ത് വെച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ചൂട് കൂടി കഴിയുമ്പോഴത്തേക്കും ആ ചൂട് വെളിയിലേക്ക് പോകാനായിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. In the middle, Long Tunnel Extended Company. This is our mine here. We've all just walked along this bit. We're standing right there. That shaft I mentioned behind me in the collapse, that was it. It went down 937 metres under the ground. Wow. When they get down to that level, they lose track of the reef and they have to send out some more drives to relocate it. And their last effort was that shaft there down to 1120 metres under the ground. A long way down. Underneath us is about 32 levels of this mine. Everything today is pretty much flooded up until the level underneath us. There's about 8.5 kilometres of tunnels just in this one mine alone. Throughout Walhalla, there's over 80 kilometres of tunnels and mines out there. There's a lot of mines in these hills. Now, this was about the 183 metre level. This is where they first got onto that nice quartz reef. And all they were doing was digging down 30 metres, and they dig back into the mountain, they relocate all that quartz reef and they remove it and they get it crushed and processed and they do it all again. And as I said, every level they come down, they're just getting more and more gold out of this mine. So by 1890, we become the biggest producer of gold in Victoria. And by 1896, this mine becomes the biggest producer of gold in Australia. And it's a record they hold for about 6 years. So pretty significant when you think about places like Bendigo and Ballarat and even over in Western Australia where they were starting to do some pretty serious mining. And even today, it's still the 8th richest quartz reef gold mine in the world. So it's still pretty significant today. ഗൈസ്, ഇതാണ് മൈനിനകത്തെ ഡൈനിങ് ടേബിളാണിത്. 8 മണിക്കൂർ ഇവർ വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 10 minutes. Isn't it? 10 minutes break in 8 hour shift. എൻ്റെ അമ്മോ, 8 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന 10 minute ബ്രേക്കാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഡൈനിങ് ടേബിളും സംഭവങ്ങളും എല്ലാം. അതുപോലെ തന്നെ ഇതാണ് ഇത് ഹോഴ്സിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ്. അന്ന് ഈ കുതിരകളെ വെച്ചാണല്ലോ ഇത് വലിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണത്. ഇത് കൊണ്ടുവരുന്ന ട്രോളി കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഇത് നമ്മൾ ആദ്യമേ കണ്ട ആ ചേംബറിനകത്ത് മരിച്ച ഒരു മനുഷ്യനാണ് പോൾ. വാസ് ഹി എ മാനേജർ? Yeah, he was the manager. So he died in an accident.
അപ്പോൾ പുള്ളിയുടെ മോള് കല്യാണം കഴിച്ചത് ഈ ചേംബറിനകത്ത് വെച്ചാണ്. അപ്പോൾ അന്നേരം പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മെമ്മോറിയൽ പുള്ളി ഈ പോളിൻ്റെ മോള് കൊണ്ട് വെച്ചതാണ് ഒരു മെമ്മോറിയൽ. അപ്പോൾ അതാണ് അപ്പൻ മരിച്ച സ്ഥലത്ത് വന്നാണ് പുള്ളിക്കാരി കല്യാണം കഴിച്ചത്, ആ കാണുന്ന ചേംബറിനകത്ത് വെച്ച്. നമുക്കങ്ങ് ദൂരെ കാണാം. ഇതിപ്പോൾ ഏകദേശം ഒരു 300 മീറ്റർ അകത്തേക്ക് കയറിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം അപ്പച്ചൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, ഒത്തിരി കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തന്നു. പുള്ളി കയറി അന്നേരം മുതൽ ഇവിടം വരെ വാദവരാതെ വർത്താനം പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് കൊള്ളാം. പക്ഷെ അന്നത്തെ കാലത്ത് ഈ മിഷണറീസ് ഒന്നും ഇല്ലാതെ ഇവരെങ്ങനെ ഇത്രയും ചെയ്തെന്നുള്ള. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഒരു ആഴ്ച കൊണ്ടാണ് 1 മീറ്റർ 2 മീറ്റർ ഇവർ ഡിഗ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അന്ന് ഇതുപോലുള്ള പവർ ടൂൾസ് ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് പാറമടയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെയുള്ള തമരടിക്കുക എന്ന് പറയത്തില്ലേ, അപ്പോൾ അങ്ങനെ തമരടിക്കുന്ന പോലെ അടിച്ചടിച്ചാണ് ഇത് മുഴുവൻ അന്നത്തെ കാലത്ത്. ഹൗ മെനി കിലോസ് ഓഫ് ഗോൾഡ് ദേ ഡിഗ്? Tons, it was about 13.7 ton. 13.7 ton, which means how many at the minute? Maybe around 50 million or? In money, it was. In money? We're looking about 700 to 750 million. 750 million ഡോളറിൻ്റെ വർത്ത് ഓഫ് ഗോൾഡ് ഈ വൽഹല്ല മൈനിൽ നിന്ന് തന്നെ കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് ഭയങ്കരമാണല്ലോ. പക്ഷേ ആൾക്കാർ ഭയങ്കര ഇതാണ്. പുള്ളി പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ മൈനിന് ആ ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് മൈനിനകത്ത് വെച്ച് മരിച്ചതായിട്ട് അവർ കൂട്ടത്തില്ല. അവർ കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിനകത്ത് വെച്ച് മരിക്കുവാണെങ്കിലേ ഉള്ളൂ അത് ആക്സിഡൻ്റൽ ഡെത്ത് ഇൻസൈഡ് ദ മൈനായിട്ട് അവർ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര സംഭവം. പക്ഷേ ഇത്രയും വലിയ മൈൻ ഉണ്ടാക്കിയിട്ട് 50 പേരേ ഉള്ളൂ ഇതിനകത്ത് വെച്ച് മരിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം പറയുമായിരുന്നു, ഈ പൊടി അടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മരിച്ചവർ അതിൽ കൂടുതൽ ഏകദേശം 200-250 പേരിലും ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ എന്നാ പരിപാടി? നമ്മുടെ ടോഫിന്റെ കാല് തുടയ്ക്കുകയാണോ ഫിയോണ? ആ ഓക്കെ. ഓ എന്നാ പറ്റിയടാ? അവൻ കരയുക. അതെന്തുവാ ഫിയോണ ആ സാധനം? പോക്ക് ക്ലീനർ. അതെങ്ങനെയാ ക്ലീൻ ചെയ്തു ഒന്ന് കാണിച്ചു. ഇന്നത്തെ വെള്ളം ഇടണം. വെള്ളം ഒഴിച്ചിട്ട് ഇന്നത്തെ ഇങ്ങനെ ബ്രിസിൽസ് ഉണ്ട്. ആ കാണിച്ച്. ആ ഓക്കെ. ബ്രിസിൽസ് ഉണ്ട്. അത് അതിന്റെ പോയിനകത്ത് വെക്കുമ്പോ മണ്ണെല്ലാം അതിനകത്തേക്ക് വീഴും. ഓ ഇങ്ങനെയാണ് അവന്റെ പോ ക്ലീൻ ചെയ്യുന്നത്. ഓ അതൊക്കെ ആയിട്ടാണ് നീ പോന്നെ? ഏതൊക്കെയാലും ആശാൻ ഗോൾഡ് മൈനിലൊക്കെ വന്നിട്ട് നിൽക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻബറയ്ക്കുള്ള ആ ഹൈക്കിംഗ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവഴി ഇങ്ങനെ മുകളിലേക്ക് കയറി അത് ആൽപൈൻ നാഷണൽ പാർക്കിനകത്തൂടി 600 കിലോമീറ്റർ താണ്ടി ക്യാൻബറ വരെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ട്രാക്ക് ഇതുവഴി ഉണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പ്രായം അനുവദിക്കുമെന്നറിയില്ല. എനിവേ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതല്ലോ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്കൂടെ നമ്മൾ വന്ന വഴി താഴേക്കൂടെ ഇങ്ങനെയുള്ളത് അടിപൊളി കൊള്ളാം. അപ്പം മെൽബണിൽ നിന്നൊക്കെ ഒരു ദിവസം പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് ആ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നമുക്കിവിടെ വന്ന് ഈ മൈനൊക്കെ ഒന്ന് കണ്ട് നല്ല ഭംഗിയല്ലേ, നല്ല രസമല്ലേ. പിന്നെ ഇവിടെ അടുത്ത് തന്നെ 1-2 ചെറിയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ അവിടെ പോകാനായിട്ടുള്ളൊരു സാവകാശമില്ല. ഇതൊക്കെ പഴയ അന്നത്തെ മൈൻ ഷാഫ്റ്റിനകത്തേക്ക് പോകുന്ന ഓരോരോ മിഷണറീസിൻ്റെ അവശിഷ്ടങ്ങളാണ് പഴയ കാലത്തെ. അപ്പോൾ ഇതാണ് നമ്മുടെ തോംസൺ റിവറിൻ്റെ മേളിൽ കൂടെയുള്ള ഒരു പാലമുണ്ട്. അതുപോലെ തന്നെ ഇതിന് സമാന്തരമായിട്ട് വൽഹല്ല എന്ന് ഈ പറഞ്ഞ തോംസൺ എന്ന് പറഞ്ഞ ഈ സ്ഥലം വരെയുള്ള റെയിൽവേ ലൈനും നമ്മൾ ഇതിൻ്റെയോടൊപ്പം തന്നെ പോരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്
നമുക്ക് അവിടുന്ന് ഇവിടം വരെ തിരിച്ചും പോകുന്നതിന് റൗണ്ട് ദ ട്രിപ്പ് $30 ഇതിൻ്റെ വില. അപ്പോൾ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് കേട്ടോ, തോംസൺ സ്റ്റേഷൻ. അപ്പോൾ ഇവിടം വരെയാണ് ആ റെയിൽവേ ഉള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇതേ അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയെന്നാലാണ് നമ്മുടെ ഈ റിവറാണ് നമ്മുടെ കൂപ്പർ ക്രീക്കിലേക്ക് വരുന്നത്. കൂപ്പർ ക്രീക്ക് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 5-8 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ ഈ പറഞ്ഞ കൂപ്പർ ക്രീക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ പണ്ട് ഓഫ് റോഡ് പോകുന്നതിൻ്റെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് തോംസൺ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ദേ ഇവിടെ താഴെയാണ്. അത് പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതാണോ അവിടെ എഴുതിയേക്കുന്നുണ്ടോ റെയിൽവേ. കേട്ടോ നല്ല അടിപൊളി ഒരു സീനറിയാണ്, നല്ല സീനിക്കായിട്ടുള്ളൊരു പ്ലേസാണ്. അതെ ആ കാണുന്നതാണ് തോംസൺ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മളത് തോംസൺ ഡാമിൽ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു സീനിക്കായിട്ടുള്ള ഒരു പ്ലേസാണ്, നല്ല സീനറി. നല്ല മിസ്റ്റ് ഇങ്ങനെ അങ്ങനെ തോംസൺ ഡാമിൻ്റെ സ്പിൽവേ ആണ് ഈ കാണുന്നത്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞെന്നാൽ ഇവിടുന്ന് അഴിച്ചു വിടാനുള്ള ഏരിയ. നല്ല ആഴമുണ്ട് അങ്ങ് താഴേക്ക്. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് വരാനുള്ളത്. നല്ല ഭംഗിയുള്ള തോംസൺ ഡാം, എന്ത് രസമാണ് നോക്കി. മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണ്. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാനും അതുപോലെ തന്നെ അവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിച്ച് താമസിക്കാനോ അല്ലെങ്കിൽ റിക്രിയേഷനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര നല്ല സൈറ്റ്. അതുപോലെ തന്നെ ഇവിടുന്ന് ആക്സസ് ടു വൽഹല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽമ, ആക്സസ് ടു മൗണ്ട് സെൽമ, അതും ഓപ്പണാണ്. അപ്പോൾ അത് ചില സമയത്ത് മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ ആകത്തുള്ളൂ. ഗൈസ് നോക്കൂ, ഇതുകൊണ്ടോ മെൽബണിലേക്കുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ തരുന്ന ഡാമുകളിൽ ഒരെണ്ണമാണ് ഇത്. ഇതുപോലെ പല ഡാമുകളുണ്ട്. ഇതുണ്ടോ തോംസൺ റിസർവോയർ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഈ ലൊക്കേഷൻ അടിപൊളിയാട്ടോ. ഒരു ദിവസം വന്ന് താമസിക്കാൻ പറ്റിയ ടെൻ്റൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു റിക്രിയേഷൻ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെയുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വാക്കിങ്ങിനൊക്കെ പറ്റിയ, ഹൈക്കിങ്ങിനൊക്കെ പറ്റിയ നല്ല സൂപ്പർ ഒരു സ്ഥലമാണിത്. ഇത് 1985 പണി കഴിപ്പിച്ച ഒരു ഇതാണ് ദ മെൽബൺ ആൻഡ് മെട്രോപോൾ ബോർഡ് ഓഫ് വർക്ക് എന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെ ടണലുണ്ട്. ടണലിൽ കൂടെയാണ് ഇതിങ്ങനെ. ഇവിടെ അപ്പർ യാര റിസർവോയർ എന്നും പറഞ്ഞിട്ടൊരു റിസർവോയർ ഉണ്ട്. അത് നമ്മുടെ വാബട്ടണിലുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ടണലിനകത്തുകൂടിയാണ് ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെൽബണിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സാണ് ഈ പറഞ്ഞ തോംസൺ ഡാം. ബ്യൂട്ടിഫുൾ, നല്ല ബ്യൂട്ടിഫുൾ ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ ഫാമിലിയായിട്ട് വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഈ പറഞ്ഞ തോംസൺ ഡാം. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതായത് നമ്മൾ വൽഹല്ല കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ വൽഹല്ലയിലുള്ള അടിപൊളി ഒരു ഗോൾഡ് മൈൻ കണ്ടു അല്ലേ. ഇപ്പം എന്താ ഇവിടെ നല്ല വിശാലമായിട്ടുള്ള നമ്മുടെ തോംസൺ ഡാമും കണ്ടു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതോടെ വരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. താങ്ക് യു വെരി മച്ച്.